മാഷേ. ആ അപ്പോ എന്താ മാഷേ ഒരു വയ്യാത്ത പോലെ? ഏയ് ഒന്നുമില്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കായിരുന്നു. എന്താ ഒന്ന് വിളക്കി ചേർക്കണോ? ഇപ്പൊ സംഘടിപ്പിക്കാം. വേണ്ട, എന്നാ എഴുന്നേറ്റിരിക്കെ. അമ്മണിക്കുട്ടി ഫോൺ ചെയ്തോ? ഇല്ല. എന്നാ ഇപ്പൊ ചെയ്യും. പിക്നിക്കിന്റെ അനന്തര ഫലങ്ങൾ മാഷ് അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. സംഗതികൾ ഞാൻ ഉദ്ദേശിച്ച മട്ടിൽ തന്നെ നീങ്ങുന്നുണ്ട്. എന്ത് തോന്നി? എനിക്കൊന്നും തോന്നിയില്ല. ഒന്നും തോന്നിയില്ലേ? ഇല്ലപ്പോ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. എന്നാ എനിക്ക് പലതും തോന്നി. മാസ്റ്റർ മാലതിയുടെ ഫോട്ടോ എടുത്തപ്പോ അമ്മണിക്കുട്ടി വിളിച്ചു പറഞ്ഞു, ദാസേട്ടാ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പോ ഫിലിം തീർന്നുപോയി. അത് സ്റ്റൈലായി. അപ്പോ അമ്മണിക്കുട്ടിയുടെ മുഖം ശ്രദ്ധിച്ചോ? ഇല്ല. എന്നാ ഞാൻ ശ്രദ്ധിച്ചു. മാലതി പാടിക്കൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഇടയുന്നതും കോർത്തു വലിക്കുന്നതും അമ്മണിക്കുട്ടി ശ്രദ്ധിച്ചു. അപ്പോ അമ്മണിക്കുട്ടിയുടെ മുഖം മാഷ് ശ്രദ്ധിച്ചോ? ഇല്ല. ആ മാഷ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അമ്മണിക്കുട്ടി മാഷിന്റെ അടുത്തിരിക്കാൻ താല്പര്യം കാണിച്ചില്ല. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോഴോ അത് മാഷ് ശ്രദ്ധിച്ചോ? ഇല്ല. എന്നാ ഞാൻ ശ്രദ്ധിച്ചു. തന്റെ എല്ലാമായ ദാസേട്ടൻ ഇന്നലെ വന്ന ഒരു പീക്കിരി പെണ്ണുമായി ഒരേ സീറ്റിലിരുന്ന് മുട്ടിയുരുമ്മി കൊച്ചു കൊച്ചു തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചപ്പോ അമ്മണിക്കുട്ടിയുടെ മുഖം നഷ്ടബോധത്താൽ വിവരണമായി, വിവശമായി.